സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ നവകേരള സദസ്സിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ കേരളം അവഗണിക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ സമരത്തിന്, ഇത് തുടർന്നാൽ സമരത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലയിലേക്കുള്ള സമീപനം വേണ്ടിവരുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്ന് സമരം ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പിന്തുണയ്ക്കുമോ? കൂടെ സമരം ഇരിക്കുമോ? മുഖ്യമന്ത്രി കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലും MPമാരെ പങ്കാളികളാക്കിയിട്ടില്ല. MPമാരുടെ യോഗം ഉണ്ടാവാറുണ്ടല്ലോ. MPമാരുടെ യോഗം ഉണ്ടാകുമ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രി സംസാരിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കേണ്ട യോഗം അവസാനിക്കാറുണ്ട്. അതല്ലാതെ ഞാൻ ഇന്ന ദിവസം കേന്ദ്രത്തിൽ വരുന്നു, അല്ലെങ്കിൽ ഡൽഹിയിൽ വരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാമെന്നോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസമാണ് വരുന്നതെന്നോ ഇങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതൊക്കെ ഇപ്പോൾ പാർലമെൻറ്റ് കഴിഞ്ഞിട്ട് വരാറായല്ലോ. ഇപ്പോഴല്ല, ആയിരുന്നില്ലല്ലോ ഇത് ചെയ്യേണ്ടത്. ഇത് ഏത് സമയത്ത് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ തന്നെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ സംസ്ഥാന ഗവൺമെൻറ്റുകളോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയാണ് വിഷയമെങ്കിൽ അതിനെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, നവകേരള സദസ്സിൻ്റെ പേരിലും കേരളത്തിൻ്റെ പേരിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ധൂർത്തും ധാരാളിത്തവും കൊള്ളയും ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി സാമ്പത്തിക പ്രതിസന്ധിയെ കേന്ദ്രത്തിൻ്റെ പേരിലേക്ക് പഴിചാരുന്നതും ശരിയല്ലല്ലോ. അതിനെ ആ രീതിയിൽ UDF പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതല്ലാതെ കേന്ദ്രം കേരളത്തെ എന്നല്ല എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളോടും ചിറ്റമ്മ നയം സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ശക്തമായി കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായ നിലപാടുണ്ട്.